ഹലോ 3568 ഒരു ആന്റണി ഡിസൽവ അവിടെ. എന്താ എന്തുപറ്റി? ഒന്നുമില്ല. ഹലോ മിസ്റ്റർ സുധാകരൻ, കാര്യം നടക്കാൻ പോകുന്നു. ഒരു ഗ്യാസുകാരനെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അവൻ പുറപ്പെട്ടു കഴിഞ്ഞു. പഴയ ഗ്യാസ് സിലിണ്ടർ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് ഹൃദയകുമാരി ബർണറിൽ തീ കാണിക്കുന്നതും ഒരു സ്വപ്നം പോലെ അവൾ ആവിയായി തീരും. വേണ്ട, അവളെ കൊല്ലണ്ട. ഹലോ ഹലോ പ്ലീസ്, അവളെ കൊല്ലണ്ട. ഹലോ കത്തിച്ചു നോക്കൂ. കത്തിക്കരുത്. ഇവൻ കൊല്ലാനാ വന്നത്. പാവപ്പെട്ട സ്ത്രീയെ നീ മനസ്സിലാക്കി തരടാ. എന്താണ് നിനക്ക്? ആ നമ്മുടെ സ്ഥിരം ഗ്യാസുകാരനാ. നിനക്കൊന്നും പറ്റില്ല. എനിക്കല്ല പറ്റിയത്. പറ്റിയത് മുഴുവൻ ആ പാവത്തിനാ. എന്തിനാ ഇങ്ങനെ ഒരാളെ തല്ലുന്നത്? എനിക്കറിയില്ല. പക്ഷെ നിന്റെ അടുത്ത് ആര് വന്നാലും ഞാനിപ്പോ തല്ലും. ഹൃദയകുമാരിക്ക് കുറഞ്ഞപ്പോ സുധാകരന് കൂടിയെന്നാ തോന്നണേ. നമ്മളൊരു 5 മിനിറ്റ് വൈകിപ്പോയി. ഇന്നിനി അങ്ങോട്ട് കയറണ്ട. കറണ്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കിയാലോ? വരട്ടെ, പറയാം. വാ. എന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം കുറച്ചു മാസത്തേക്ക് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് മാറാം. നിനക്ക് ഈ സമയത്ത് അതൊരു ചേഞ്ച് ആവും. ഈ സമയത്ത് ഞാൻ എവിടേക്കും തൽക്കാലം ഇല്ല. സുധാരേട്ടന്റെ അമ്മയെ വിട്ട് ഞാൻ എവിടേക്കും വരുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ദിവസം വരെ എനിക്ക് അമ്മയൊന്ന് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുധാരേട്ടന് എന്ത് പറ്റി? ഹലോ, നിന്റെ അമ്മയാ? അയ്യോ, എനിക്ക് സംസാരിക്കണ്ട. അമ്മയുടെ ഉപദേശം കേട്ടിട്ടാ എന്റെ ജീവിതം കുട്ടിച്ചോറായത്. എനിക്ക് വേണ്ട. റോങ് നമ്പർ. എന്താ മോളെ? ഒന്നുമില്ലമ്മേ. മുതലാളിയെ വിചാരിച്ചിട്ടാ ഞാൻ അയാളെ പറ്റി പോലീസിൽ പരാതി കൊടുക്കാഞ്ഞത്. എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇയാള് ഗ്യാസ് ഊറ്റി വെക്കാൻ ചെന്നപ്പോ ഹൃദയകുമാരുടെ കൈ കയറി പിടിച്ചു. സുധാകരൻ ഇയാളുടെ കുറ്റി നോക്കി ഒന്ന് താങ്ങി. ഈ പറഞ്ഞതെല്ലാം ഒന്നും പറയണ്ട. 100 രൂപ അത്രയും കള്ളം കൊണ്ടുപോയി തിന്നെ. തരുന്ന മുതലാളിയാണെങ്കിൽ കണക്ക് സുധാകരന്റെ പേരിൽ എഴുതും. അതിനായിട്ട് ഇനി സുധാകരന്റെ ഗ്യാസ് ഊറ്റി ഇല്ലാണ്ടാക്കണ്ട. ഇയാൾ പോ. ഇത് മരുന്ന് വാങ്ങിക്കാൻ കൂടി തികയില്ല. എന്നാ പോയി വിഷം വാങ്ങിച്ചു തിന്നെ പോ. എന്തെങ്കിലും ഒന്നും മനസ്സിൽ തട്ടാതെ സുധാകരൻ ഇത്ര പെട്ടെന്ന് ഈ മാറ്റം വരില്ല.
ഞാനൊന്ന് അവനെ പോയി കണ്ടാലോ? തൽക്കാലം മുതലാളി ഒഴിഞ്ഞു നടക്കുന്നതാണ് നല്ലത്. ബ്രോക്കർക്കുള്ള തനിയെ വെച്ചിട്ടുണ്ടെന്നാ കേട്ടത്. ഏ ഉം. എന്നാ പിന്നെ പോയി കാണാല്ലേ? ഉം. എന്താ? തീപ്പൊരി. ഹലോ ഹലോ വിജി, നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? കാര്യം എന്താണെന്ന് അറിയാമല്ലോ. മുട്ടാനും തട്ടാനും നമുക്ക് ആരോഗ്യം പോരാ ശിവരാമ. സുധാകരന് ഭ്രാന്താണ് പൊതുവായ സംസാരം. മനുഷ്യന് ഭ്രാന്ത് വരാൻ ഭ്രാന്തനായി എന്നെ കടിക്കണമെന്നില്ല, ആഹാ. അല്ലാതെയും വരൂ. പ്രിയപ്പെട്ട സുധാകരൻ, ഒരു സന്തോഷ വാർത്ത. വേദനിപ്പിക്കാതെ നിങ്ങളുടെ ഭാര്യയെ കൊല്ലുവാനുള്ള മുഹൂർത്തം ഇന്ന് കാലത്ത് 11:30 നിശ്ചയിച്ചിരിക്കുന്നു. കൃത്യസമയത്ത് അശേഷം വേദനിപ്പിക്കാത്ത ഒരു ബോംബുമായി പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും. രജിസ്റ്റർ ചെയ്തയക്കുന്ന ബോംബ് ഹൃദയകുമാരി ഒപ്പിട്ട് വാങ്ങി തുറന്നു നോക്കിയാൽ ഈ ചിത്രത്തിൽ കാണുന്ന വിധം ഭംഗിയുള്ള ഒരു തലയോടായി അവൾ മാറും. ഗുഡ് ബൈ, ആന്റണി ഡിസിൽവ. ചങ്ങലൊക്കെ എന്റെ സമയമായി ശിവരാമ. ഇതാളീ പോയി. അതിലൊന്ന് ഒപ്പിടൂ. നിനക്കെന്റെ ഭാര്യയെ ബോംബ് വെച്ച് കൊല്ലണം. ഞാനിവിടെ പുതിയ പോസ്റ്റ്മാനാണ് സാർ. എന്നെ തല്ലല്ലേ സാർ? പോസ്റ്റ്മാൻ തൊഴിലും ഒരു ലെറ്റർ ഞാൻ തല്ല സാർ. അത് തുറക്കരുത്, പൊട്ട്. അയ്യോ, പൊട്ടി, അത് പൊട്ടി. എന്ത് പൊട്ടിനാ സുധാരേട്ടൻ പറയുന്നേ? അവിടെ ഒന്നും പൊട്ടിയിട്ടില്ല. അയ്യോ, ഹൃദയം. തുറക്കരുത്, ബോംബാണ്, ബോംബാണ്. അയ്യോ അമ്മേ. പൊട്ടുന്നെങ്കിൽ എന്റെ കയ്യിരുന്ന് അങ്ങ് പൊട്ടട്ടെ. അയ്യോ, ഇത് സുധാകരന്റെ അച്ഛൻ പഴനിന്ന് വെച്ച പ്രസാദാ. പഴനിയിൽ നല്ല നെല്ലിക്ക കിട്ടുമെങ്കിൽ അത് കുറച്ചിങ്ങോട്ട് വാങ്ങിച്ച് അയക്കാൻ പറയാം. ഇവന്റെ തല നെല്ലിക്കാത്തളം വെക്കേണ്ട സമയമായിന്നാ തോന്നുന്നേ. കോഴുത വാ മോളെ, എന്തൊരു സൂര്യക്കേടാ ഇത്. ഞാനൊരു എന്താ? നീ വളരെ സൂക്ഷിക്കണം. നിന്നെ അന്വേഷിച്ചൊരു പോസ്റ്റ്മാൻ വരാൻ സാധ്യതയുണ്ട്. അയാൾ തരുന്നൊരു കാർഡാണെങ്കിൽ പോലും നീ വാങ്ങരുത്. ആരാ പോസ്റ്റ്മാൻ? അത് ഏതായാലും ഇപ്പൊ വന്ന പോസ്റ്റ്മാൻ അല്ല, അത്ര എനിക്ക് പറയാൻ പറ്റൂ. എന്റെ ഈശ്വര, എന്തിനാ ഈ വടിയും ടോർച്ചും ഒക്കെ? വെളിച്ചം കാണാൻ ഇത്രയും വലിയ ടോർച്ച് വേണം?
ഹൃദയം, ഹൃദയം. അവള് കാലത്ത് തന്നെ എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് പോയടാ. നിന്റെ ഈ പ്രാന്തങ്ങളിൽ എണ്ണിട്ട് അവൾ ആകെ ഭയന്നിരിക്കുക. നീ വേഗം പോയെന്ന് കുളിച്ച്. ഞാൻ ആ തിരുമേനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കൊരു ചരട് എഴുതി കെട്ടാൻ. ആര് പറഞ്ഞു അവളോട് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോവാൻ? എന്താ ഇത്? ഒരു പെണ്ണൊറ്റയ്ക്ക് നടന്നു പോകുമ്പോ സുധാരേട്ടാ. കൂടെ വന്ന് കൊല്ലാൻ ശ്രമിക്കുന്നതാ. നിന്നെ ഞാൻ അയ്യോ, ആരാ നിങ്ങൾ അയച്ചത്? സുധാരേട്ടാ. മാറിക്കോ. പറയാൻ സൂക്ഷിച്ച് സംസാരിക്കണം മിസ്റ്റർ. ഈ സ്ത്രീയുടെ പേഴ്സ് താഴെ വീണുപോയി. അത് കൊടുക്കാൻ ഞങ്ങൾ പുറകെ ഓടി. നിങ്ങൾ എന്തോട്ടാ അവിടുന്ന് വിളിച്ച് നിന്നൂടെ? അയ്യോ, ഇത് എന്റെ പേഴ്സാ. അഥവാ ഇനി ഒരു പെൺകുട്ടിയുടെ പേഴ്സ് നിലത്ത് വീണ അത് എടുത്തു തുറക്കാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? അതിലൂടെ പോലീസില്ലേ? സുധാരേട്ടാ വാ. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനാടാ? സഹോദരിക്കൊന്നും തോന്നരുത്. ഞങ്ങൾക്ക് ഇയാക്കിട്ട് 2 പൂഷണം. വഴിയെ പോയ ഞങ്ങളെ കയറി തല്ലിട്ട് സഹോദരങ്ങളെ അടിക്കല്ലേ. അതെ, ഇതെന്റെ ഭർത്താവാ. രോഗിയാ. 2 മാസമായിട്ട് മാനസികമായിട്ട് നല്ല സുഖമില്ല. ദേ, അമ്പലത്തിൽ നിന്ന് വഴിപാട് കഴിച്ചിട്ട് കൊണ്ടുവരിക. വട്ട് കേസാടേ, വിട്ടേരെ. ബാപ്പുവാ. അയ്യോ, എന്താ മോനെ നീ കാണിക്കുന്നേ? തൊട്ടുപോരുത്. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇല്ലാത്ത ഭ്രാന്തങ്ങളെ മുഴുവൻ കളിക്കുന്നവളാ. അതിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഒടുക്ക നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇവള് പറയാ അവളുടെ ഭർത്താവിന് വട്ടാണെന്ന്. അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നാട്ടുകാരിന്ന് സുധാകരേട്ടനെ തല്ലി ചതച്ചേനെ. രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു കളവ് പറഞ്ഞതേ ഉള്ളൂ. എന്തിനാ എല്ലാവരുടെ ദേഹത്ത് ഇങ്ങനെ ചാടി വീണേ? സുധാകരേട്ടന് എന്താ പറ്റിയേ? എനിക്ക് വട്ടാ. എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നേ? ഞാനും നിന്നെ കുറെ ദിവസം കൊണ്ട് ശ്രദ്ധിക്കുക. നിനക്ക് വട്ട് തന്നെയാ, മുഴുവട്ട്. അല്ലാണ്ട് പിന്നെ സാർ, ഒന്നും പറയണ്ട. പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഹൃദയകുമാരിയുടെ കാര്യം ഒന്ന് തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ സ്വല്പം വിട്ടുനിൽക്കുകയായിരുന്നു. ഏറി വന്നാൽ ഇനി ഒരാഴ്ച, അതോടെ അവള് ഡിം. വേണ്ട, ഒരു ഡിമ്മും വേണ്ട. അവള് പാവ, അവളെ കൊല്ലണ്ട. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച് എനിക്കിപ്പോ മട്ടായി. ഒരു കാര്യം ചെയ്യൂ, ദയവ് ഇത് എന്നെ ഒന്ന് കൊന്നു തരുവോ? ஒரு காரியம் செய்யலாம். அவளுக்கு பாரம் നമുക്ക് വേറൊരാള് വേണം. അവളെ ഒരാണേ. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചിട്ടില്ലേ? ഇവനെയും നമുക്ക് സഹായിക്കാം. ഒന്നുമില്ലെങ്കിലും ആ പെണ്ണ് രക്ഷപ്പെടുമല്ലോ. അതെ, അവളെ രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം, കൊല്ലുന്നതിനുള്ളത് പോലെ രക്ഷപ്പെടുത്തുന്നതിനും നമുക്കൊരു ഫീസുണ്ട്. ഒരു അഡീഷണൽ 25,000 ഇതാ ഉണ്ടാവും. എന്ത് വേണമെങ്കിലും തരാം, പക്ഷെ അവളെ കൊല്ലരുത്. இல்ல கொல்ல மாட்டேன். நீங்க நிம்மதியா போங்கோ. போங்கோ. ഇവന് വട്ടാണെന്നാ തോന്നുന്നേ. വിവരം കിട്ട സാധനം. 25,000 നമുക്ക് തന്നു. പിന്നെ 25 എടുക്കാൻ വേണ്ടി പോയിരിക്കുക. വട്ടൻ. ഞാൻ പകുതി അടച്ചു പിടിച്ച കണ്ണില അവൻ പകുതി വരേണ്ടത്. ഹൃദയകുമാരിയെ പോയിട്ട് ഒരു ഈച്ചയെ പോലും നമ്മൾ കൊല്ലാൻ പോണില്ല. കാശുണ്ടാക്കാൻ വേണ്ടി ഒരാളെ കൊല്ലാനൊന്നും നമുക്ക് പറ്റില്ല. പിന്നെ ആരെങ്കിലും ഒക്കെ പറ്റിക്കാതെ ഇക്കാലത്ത് എങ്ങനെയാ 4 കാശുണ്ടാക്കുന്നത്? എടോ, എന്നെ കൊണ്ടോ തന്നെ കൊണ്ടോ ടാറ്റോ ബിർലയോ ഒന്നും ആകാൻ പറ്റില്ല. പിന്നെ കാശുണ്ടാക്കാൻ ഇതാ മാർഗം. എങ്ങനെയെങ്കിലും ആ വായി നോക്കിയ വരട്ടി ഇനിയും കാശ് തട്ടണം. കിട്ടാവുന്നിടത്തോളെങ്കിൽ പോരട്ടെ. അതല്ല ഇവരെ ആ വെള്ളയിറ്റാമി, അതല്ല ഇവരെ ആ വെള്ളയിറ്റാമി, അതല്ല ഇവരെ ആ വെള്ളയിറ്റാമി, ആ ജിങ്കി ജിക്ക, ആ ജിങ്കി ജിക്കി, അതല്ല ഇവരെ ആ വെള്ള. എന്തൊക്കെ ഭ്രാന്ത സുധാരായി കാണിക്കണേ? എണീക്കൂ. എന്താണ്ടായിന്ന് പറയൂ. ഞാൻ അനുഭവിച്ചത് മുഴുവൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയാ. എന്നെ സഹായിക്കണം, രക്ഷിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു, തിരുത്താൻ കഴിയാത്ത തെറ്റ്. സുധാകര, ഹൃദയത്തെ രക്ഷിക്കാനുള്ള പരക്കം പാച്ചിൽ കണ്ട് എനിക്ക് പട്ടാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. ഹൃദയത്തോടെ എല്ലാം തുറന്നു പറയണമെന്നുണ്ട്. പക്ഷേ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചു എന്ന് ഞാൻ അവളോട് എങ്ങനെ പറയും? ചേട്ടൻ എന്നെ സഹായിക്കണം.
എല്ലാം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. സുധാകരൻ വിഷമിക്കണ്ട. എല്ലാം ഞാൻ ഹൃദയത്തെ പറഞ്ഞ് മനസ്സിലാക്കാം. എങ്ങനെ ആ രാക്ഷസന്മാരിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആലോചിക്കും.